ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയത് തന്നെ 7ന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതുവരെ ആ ഒരു 7ന്റെ പണിയുടെ സീരിയസ്നെസ് ഇതുവരെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ബിഗ് ബോസ് ശരിക്കും പ്ലാൻ ചെയ്തിട്ടാണ് ഈ പറയുന്ന 5 വൈൽഡ് കാർഡിനെ ഒറ്റയടിക്ക് അങ്ങോട്ട് വീട്ടിലോട്ട് കയറ്റി വിട്ടത്. അങ്ങനെ കയറ്റി വിടുമ്പോൾ ബിഗ് ബോസിന് തന്നെ അറിയാം ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം കുത്തിത്തിരിപ്പ് നടത്തി പുറത്തെ കാര്യങ്ങളൊക്കെ ഇവരെ അറിയിക്കും എന്നുള്ളത്. ഇനി അത് അറിയിക്കാൻ അവരിനി മറന്നു പോവുകയാണെങ്കിൽ, അവരത് വിട്ടു പോവുകയാണെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഏറ്റവും ഹൈജീൻ ആയിട്ടുള്ളത് ആര്, ഇവിടെ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് ആര്, ബുദ്ധിയുള്ളത് ആര്, ഇങ്ങനെ കുറേ ടാസ്കുകൾ കൊടുത്ത് ഈ പുറത്തുനിന്ന് വന്ന 5 പേർ എന്താണ് അനലൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് പ്രേക്ഷകരുടെ കൂടെ ഒപ്പീനിയൻ അനുസരിച്ചാണ്. അപ്പോൾ അതനുസരിച്ച് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ ഉള്ളവരെയൊക്കെ ഒന്ന് വാല്യൂ ചെയ്യാനും അത് ഈ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നവരെയൊക്കെ അറിയിക്കാനും ബിഗ് ബോസ് നന്നായിട്ടൊരു ബുദ്ധി അവിടെ പ്രയോഗിച്ചു. അതിൽ നിന്ന് അക്ബറാണ് സത്യത്തിൽ രക്ഷപ്പെട്ടത്. അക്ബറിനെ കൊണ്ട് ഒരു പ്രയോജനം വരണം, അല്ലെങ്കിൽ അക്ബർ നന്നായിട്ട് കളിക്കണം എന്ന് ബിഗ് ബോസ് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തുടക്കമൊക്കെ അക്ബർ ആ ഒരു ലെവലിൽ വന്നതാണ്. പക്ഷെ അപ്പാനിയുമായിട്ട് കൂട്ടം കൂടി അപ്പാനിയുടെ ആ ഒരു ചർച്ചകളും പ്ലാനിങ്ങും മാത്രമായി അക്ബർ അങ്ങ് ഒതുങ്ങിപ്പോയി. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ അനീഷ് പറഞ്ഞൊരു പ്രയോഗമുണ്ട് അക്ബറിനെ കുറിച്ച്. പാറപ്പുറത്ത് വീണ ഒരു വിത്താണ്, മുളയ്ക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. പക്ഷെ ഇതിപ്പോ ദാണ്ട വൈൽഡ് കാർഡ് വന്നിട്ട് ആ വിത്തിനെ ആ പാറപ്പുറത്തുനിന്ന് മാറ്റി മണ്ണിലോട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താണ് അക്ബറിന്റെ ഗുണമായി എന്ന് പറയാലോ. ഒന്നാമത്തെ കാര്യം, ഷാനവാസുമായിട്ട് ഇന്നലെ അണ്ണൻ തമ്പി കളിച്ചത്. അത് അപ്പാനിയുമായിട്ട് ചേർന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് അക്ബർ പോയി ഷാനവാസിനെ വിളിച്ചോണ്ട് വന്നിരുന്ന് അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു അടിപൊളി സീൻ ഉണ്ടായിരുന്നു. ശരിക്കും അവിടെയുള്ള ആ ഒരു സ്ത്രീകളെല്ലാവരും ഈ പറയുന്ന കാര്യം ഒന്ന് കണ്ടു നോക്കണം. നമ്മൾ എത്രയൊക്കെ ആവശ്യം ഇതൊരു TV ഷോ ആണെന്ന് മറക്കാൻ പാടില്ല. അത് പുറത്ത് കിടന്ന് ഫാൻ ഫൈറ്റ് നടത്തി അടി ഉണ്ടാക്കുന്നവരും അകത്തേക്ക് കിടന്ന് കോലം കാണിക്കുന്നവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇതൊരു TV ഷോയാണ്. ഇതിൽ കാശ് കിട്ടും, ഇതിൽ ഏത് നെറികെട്ട കളിയും കളിച്ച് കയറി വരാം എന്ന് കരുതിയാൽ പ്രേക്ഷകർ അത് ഏത് തരത്തിൽ ജഡ്ജ് ചെയ്യും എന്നും കൂടി ആലോചിക്കണം. പക്ഷെ ഇവിടെ അക്ബറും ഷാനവാസും 2-3 തവണ ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തു. പക്ഷെ അവർ രണ്ടുപേരും പിന്നെ അങ്ങോട്ട് പറഞ്ഞ് കരഞ്ഞും സമാധാനപ്പെടുത്തിയും കോംപ്രമൈസ് ചെയ്തു. എന്നാൽ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് രേണു സുധിയുടെ ഒരു ടീമായിട്ട് അക്ബറും ഷാനവാസുമാണ് വരുന്നത്. അപ്പോൾ രേണു സുധിയുടെ തലയിൽ ആ ഒരു തൊപ്പി വെച്ചിട്ടുള്ള ഒരു സീനകത്ത് രേണു സുധി നന്നായിട്ട് കളിക്കുന്നുണ്ട്. കാരണം ടീമായിട്ടാണ് രേണു സുധി മാക്സിമം അവരുടെ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. രേണു സുധി അത്രയധികം ഹെൽത്തി അല്ല. അത് ഒരാളുടെ തെറ്റൊന്നും അല്ല. ഒരു പരിധി കഴിഞ്ഞാൽ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരു ഏജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവരുടേതായ അവശതകൾ ഉണ്ടാകും. പിന്നെ രേണു സുധി ശരിക്കും പറഞ്ഞാൽ സുധിയുടെ മരണശേഷം മാത്രമാണ് രേണു സുധിയൊക്കെ ഈ പറയുന്ന അഭിനയ രംഗത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചതും ഇത്രയധികം സോഷ്യൽ മീഡിയ ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ അതിനൊക്കെ ഇരയായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് കാശുണ്ടാക്കുന്ന ഒരു സ്ത്രീയാണെന്ന് പറയാൻ കഴിയില്ല. രേണു സുധിയുടെ ഒരു സാമ്പത്തികം എന്നൊക്കെ പറയുന്നത് മിഡിൽ ക്ലാസ് തന്നെയാണ്. അവരുടെ കിട്ടുന്ന ആഹാരമൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഏതായാലും ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോഴത്തേക്കും രേണു സുധി ഒന്നടങ്ങി ഒതുങ്ങി റെസ്റ്റ് എടുത്ത് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ പോവണ്ടെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്ത് രേണു സുധിയുടെ തലയിൽ ഒരു തൊപ്പി കൊടുത്ത് ആ തൊപ്പി സംരക്ഷിക്കാനാണ് രേണു സുധി ഇന്നത്തെ ദിവസം ശ്രമിച്ചത്. പക്ഷേ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അനുമോൾ വന്ന് ഹഗ് ചെയ്ത് പിടിച്ച് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും രേണു സുധി തറയിൽ വീഴുന്നുണ്ട്. അതൊക്കെ ആ ഒരു ടാസ്കിനകത്ത് സംഭവിച്ച കാര്യങ്ങളാണ്, റിയൽ ആണ്, അതൊന്നും ഒരു കുഴപ്പവുമില്ല. എന്നാൽ നെക്സ്റ്റ് ഈ പറയുന്ന ആര്യൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, അതും സംഭവിക്കും. കാരണം പറഞ്ഞത് ആര്യനാണ്. ആര്യൻ അത്രയും വിലയേ ഉള്ളൂ. ആര്യനിൽ നിന്ന് അതേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. സുധി ചത്ത് മുകളിൽ പോയതുപോലെ രേണുവും പോകും എന്നുള്ള ഒരു വർത്തമാനം അത്രയും വൃത്തികെട്ട രീതിയിൽ പറഞ്ഞു എന്നുള്ളത് ആര്യനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയത്തില്ല. പിന്നെ അക്ബറിന് അന്നേരം തിരിച്ചൊരു കൗണ്ടർ കൊടുക്കുന്നത്, അനീഷ് ചേട്ടൻ അത് സംഭവിച്ചപ്പോൾ നിങ്ങൾ ചിരിച്ചില്ലേ എന്ന്. ചിരിക്കുന്നത് വേറെ. ഇപ്പൊ നമ്മളൊരാൾ വീണാല് നമ്മൾ ആദ്യം ചിലപ്പോൾ ഒന്ന് ചിരിക്കും, എന്നിട്ടായിരിക്കും കൈ കൊടുക്കുന്നത്. അതേപോലെ അക്ബർ അതവിടെ ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ ആരും അവിടെ തിരിച്ചെടുത്തിടാൻ ശ്രമിക്കുന്നത് കേൾക്കുന്നില്ല. ഇനി നീ അതിന് എന്ത് ചെയ്യുമടാ എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നൊരു വാക്കുണ്ട്, ഞാനൊന്നും ചെയ്യണ്ട, നാട്ടുകാർ ചെയ്തോളും. കാരണം രേണു സുധിക്ക് എന്താണ് പുറത്ത് പവർ എന്നുള്ളത്. അത് എന്താണ് ഈ രേണു സുധി കൂടെ രേണുവിടെ ഫ്ലവർ അല്ലടാ ഫയർ ആടാന്ന് എടുത്തെടുത്ത് പറയുന്നത് ആ പറയുന്ന പ്രേക്ഷകരുടെ സപ്പോർട്ടാണ്. അത് രേണു സുധിക്ക് നന്നായിട്ട് അറിയാം. തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് താൻ ഇത്രയൊക്കെ മുന്നോട്ട് വരുന്നത്. മൊത്തത്തിൽ ഒരു നെഗറ്റീവ് വന്നാലും ഈ ചുറ്റുമുള്ള കുറച്ചു പേരെങ്കിലും രേണു സുധിക്ക് നല്ല കട്ട സപ്പോർട്ടും മോട്ടിവേഷനും കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് രേണു സുധിയൊക്കെ ഇവിടം വരെ എത്തിയത്, ഈ ബിഗ് ബോസ് ഹൗസ് വരെ എത്തിയത്. അപ്പം ഈ പറയുന്ന സെയിം പ്ലാറ്റ്ഫോം ഇവരൊക്കെ വരുമ്പോൾ രേണു സുധിയെ അങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട കാര്യം ആരിനുമില്ല.
അതുപോലെ തന്നെ ഈ പറയുന്ന പല പ്രേക്ഷകരുണ്ട്, അവരും ഈ പറഞ്ഞ വിമർശനങ്ങൾ കൊണ്ട് രേണുസുതിക്ക് നല്ലൊരു അവസരമാണ് കൊടുത്തിരിക്കുന്നത്. അവരവിടെ അങ്ങനെ തന്നെ കളിക്കട്ടെ, എത്ര നാൾ പോകാൻ പറ്റുമോ അത് ആ പ്രേക്ഷകരുടെ സപ്പോർട്ടാണെങ്കിൽ രേണുസുതിക്ക് വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ കളിക്കുന്നത് പ്രേക്ഷകരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഏതായാലും ശരി, അക്ബർ നന്നായിട്ട് മിന്നിച്ച് വരുന്നുണ്ട്. ഈവൻ ആ ഒരു ജിസേൽ ആര്യൻ അവരുടെ ഇടയിൽ നടന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് അനുമോൾ ഉന്നയിച്ച ആരോപണം ആ പറയുന്നതിൽ പോലും അക്ബർ എടുത്ത ഒരു സ്റ്റാൻഡ് ഉണ്ട്. അത് ആ ഒരു സദാചാരം ബ്രേക്കിങ്ങിന് കണക്കും അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലാത്ത തരത്തിലും ഒക്കെ അക്ബർ കുറെ അധികം സംസാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അക്ബറിന് അടുത്തൊരു ഫാൻസ് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ചീത്തപ്പേരൊക്കെ മാറ്റി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് നടക്കുന്നത്. അതിനൊക്കെ കാരണം അത് ആ വൈൽഡ് കാർഡാണ്. ഇപ്പോൾ അനുമോളുടെ എല്ലാം തിരിയാൻ പോകുന്നത് ഇനിയായിരിക്കും. പകരം അക്ബർ, അനീഷ് ഒക്കെ, ഷാനവാസ് ഒക്കെ കയറി വരാൻ പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ആണുങ്ങൾ കളിക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് ബിഗ് ബോസ് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.